വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കർണാടകയുടെ അതിർത്തിയിൽ ഒരു ഡിപ്രഷൻ ഉണ്ടായി, ഒരു തീവ്ര ന്യൂനമർദ്ദമായിട്ടിപ്പോൾ അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനി കേരളത്തിലേക്ക് കിടക്കുമ്പോൾ ന്യൂനമർദ്ദമായി കുറച്ചുകൂടി ശക്തി കുറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും കേരളം നോക്കി. NDRFൻ്റെ 4 ടീമുകൾ ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട്. അതിൽ 2 ടീമുകളെ പൂർണ്ണമായിട്ടും ശബരിമലയിലെ തീർത്ഥാടനം കൂടി പ്രമാണിച്ചുകൊണ്ട് ശബരിമലയിൽ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ITBPയുടെയും CRPFൻ്റെയും BSFൻ്റെയും അതുപോലെ തന്നെ ആർമിയുടെയും DSCയുടെയും ഒക്കെ ടീമുകളുണ്ട്. വിനിയോഗിക്കേണ്ട ആവശ്യം ഇപ്പോൾ വന്നിട്ടില്ല. പക്ഷേ വടക്കൻ കേരളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ വിന്യസിപ്പിക്കാനുള്ള ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പുകൾ 2 ക്യാമ്പുകൾ മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ. പക്ഷേ എപ്പോഴും ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വന്നാൽ ആരംഭിക്കാൻ കഴിയും വിധം ക്യാമ്പുകളായിട്ടുള്ള നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ വീണ്ടും പരിശോധന നടത്താനും ഒരുക്കങ്ങൾ നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലീവിലേക്ക് പോയ റവന്യൂ ജീവനക്കാരോട് തൽക്കാലം അതിവേഗത്തിൽ ചുമതല നിർവഹിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ഡാമിലും അധികമായിട്ട് വെള്ളം ഇപ്പോൾ കാണുന്നില്ല. പ്രത്യേകിച്ച് ഡാമുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമുള്ളതുകൊണ്ട് അവിടെയെല്ലാം ഒരു ഓവറോൾ ചെക്കിംഗ് STMയിൽ തന്നെ നടക്കുകയുണ്ടായി. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളും അത് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ അപകടങ്ങളൊന്നും കാണാനില്ല. ശബരിമല തീർത്ഥാടകരോട് നിർബന്ധമായും ചില കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം കുളിക്കടവുകളിൽ പ്രത്യേക പെട്രോളിംഗ് ഏർപ്പെടുത്താൻ പോലീസിനോടും LSTDയോടും ഇപ്പം നിർദ്ദേശിച്ചിട്ടുണ്ട്. അംഗീകൃതമായ കുളിക്കടവുകളിൽ നിർബന്ധമായും പ്രത്യേകമായിട്ടുള്ള പെട്രോളിംഗ് നാളെ വരെ പ്രത്യേകമായി നടപ്പിലാക്കണം എന്ന് മാത്രമല്ല, അയ്യപ്പന്മാരോട് നിർദ്ദേശിക്കേണ്ട ഒരു കാര്യം, ധാരണയില്ലാതെ ഒരുപക്ഷെ നമ്മളിപ്പോൾ സുരക്ഷ ഏർപ്പെടുത്തുക സാധാരണ നിലയിൽ അയ്യപ്പ ഭക്തന്മാർ വന്ന് കുളിക്കുന്ന കുളിക്കടവുകളിലായിരിക്കും. എന്നാൽ അത്തരം കുളിക്കടവുകളിലെ സുരക്ഷ ഉണ്ട് എന്ന് കരുതി ഒരു ധാരണയും ഇല്ലാതെ വരുന്ന വഴിയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഇറങ്ങാൻ നിന്നാൽ വെള്ളം ഉയരുന്നതിൻ്റെ ഒരു സ്ഥിതി നമുക്ക് പ്രവചിക്കാനാകില്ല എന്നൊരു പ്രശ്നം പ്രധാനമായിട്ടും കാണുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.